Hi guys, welcome to Julina's kitchen. So ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ചോക്ലേറ്റ് ബോൾസ് ആണ്. ഇതിപ്പോൾ നമുക്കൊരു 3 മിനിറ്റ്സിലൊക്കെ മാക്സിമം ഒരു 3 മിനിറ്റ്സ് ഒക്കെ മതി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ചോക്ലേറ്റ് ബോൾസ് ആണ്. ഇതിന് ആകെ 5 ഇൻഗ്രീഡിയൻസ് മതി. 5 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മാരിഗോൾഡ് ആ ബിസ്ക്കറ്റ്സില്ലേ അതൊരു 6 എണ്ണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബിസ്ക്കറ്റ്സ്. ഓക്കെ, ഇത് ഞാനൊരു 5 എണ്ണമല്ല 6 എണ്ണം ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഡെസ്കേറ്റ് കോക്കനട്ട്, ഇത് ഒരു ചെറിയ ബൗളിൽ ഷുഗർ സ്പ്രിങ്കിൾസ്. ഇതിപ്പോൾ ഞാൻ ഒരു 6 ബിസ്ക്കറ്റ്സിന് 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുറവായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുക. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. നമുക്കിതിലേക്ക് 2.5 കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊക്കോ പൗഡർ, അത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഇതിപ്പോൾ ഒരു 125 ml കപ്പാണ് കേട്ടോ. 125 ml കപ്പാണ്. ഇതിൽ മൊത്തം എടുത്തിട്ടില്ല, ഇതിൻ്റെ ഒരു ഹാഫ് അത്രയും കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യണേ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഈ ഒരു രീതിക്ക് ഇത് വരണം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കരുത്, അതും ശ്രദ്ധിക്കണം. ഒരുപാട് ഒഴിച്ചാൽ നമുക്കത് ഒരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഓരോരോ ബോൾസ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇനി ചോക്ലേറ്റ് ബോൾസ് ഇങ്ങനെ കണ്ടൻസ് മിൽക്കിലിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വെതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ചെറിയ പിള്ളേർക്ക് വരെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു ബോള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബോൾസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിലോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ ഈസി ചോക്ലേറ്റ് ബോൾസ് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 3 മിനിറ്റ്സ് ഒക്കെ മാക്സിമം എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ ഞങ്ങളുടെ അടുത്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.